നമസ്കാരം. ഇന്ത്യൻ വ്യോമ പ്രതിരോധ രംഗത്തിന് കൂടുതൽ കരുത്തേകാൻ പുതിയ 3 AH-64E അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എത്തുന്നു. നിലവിൽ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് 22 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉണ്ട്. അവയ്ക്കൊപ്പമാണ് ബോയിംഗ് നിർമ്മിത പുതിയ ഹെലികോപ്റ്ററുകളും എത്തുന്നത്. ഡിസംബറോടെയാണ് ഇവ ഇന്ത്യൻ സേനയുടെ ഭാഗമാവുക. ഇതിനു പിന്നാലെ വരും മാസങ്ങളിൽ ഇതേ ഗണത്തിൽപ്പെടുന്ന കൂടുതൽ ആക്രമണ ഹെലികോപ്റ്ററുകളും എത്തും. പുതിയ ഹെലികോപ്റ്ററുകളുടെ വരവോടെ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും സംയുക്ത പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ അത് ഏറെ ഉപകാരപ്പെടും. കരുത്തുറ്റ അമേരിക്കൻ നിർമ്മിത ആക്രമണ ഹെലികോപ്റ്ററുകളാണ് ബോയിംഗ് AH-64E ഹെലികോപ്റ്ററുകൾ. ഇരട്ട ടർബോ ഷാഫ്റ്റ് എഞ്ചിൻ, ടെയിൽ വീൽ ലാൻഡിംഗ് ഗിയർ, 2 ക്രൂ അംഗങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ടാൻഡം കോക്പിറ്റ്, അത്യാധുനിക സെൻസറിംഗ് സംവിധാനങ്ങൾ, നൈറ്റ് വിഷൻ എന്നിവയാണ് ഇത്തരം ഹെലികോപ്റ്ററുകളുടെ പ്രധാന സവിശേഷതകൾ. യുദ്ധസമയത്ത് ഉണ്ടായേക്കാവുന്ന കേടുപാടുകൾ നേരിടാനും പരിഹരിക്കാനും കഴിയും വിധമാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എയർക്രാഫ്റ്റിന്റെ പ്രധാന ബോഡിയായ അപ്പാച്ചെയുടെ ഫ്രണ്ട് ഫ്യൂസിലേജിന് കീഴിൽ 30 mm 230 ചെയിൻ ഗൺ ഘടിപ്പിച്ചിട്ടുണ്ട്. AGM-114 ഹെൽഫയർ മിസൈലുകൾ, ഹൈഡ്ര 70 റോക്കറ്റ് പോഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ വഹിക്കാൻ സ്റ്റബ്ചെറുകളിൽ 4 ഹാർഡ് പോയിന്റുകളും ഇവയ്ക്കുണ്ട്. ലോകത്തെ ഏറ്റവും അത്യാധുനിക മൾട്ടിമിഷൻ അറ്റാക്ക് ഹെലികോപ്റ്ററായാണ് AH-64E അപ്പാച്ചെയെ ബോയിംഗ് വിശേഷിപ്പിക്കുന്നത്. ഡിജിറ്റൽ ആശയവിനിമയത്തിനുള്ള സൗകര്യം, മികച്ച അതിജീവന ശേഷി, നിർണായക സാഹചര്യങ്ങളിൽ പൈലറ്റുമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള പിന്തുണ എന്നിവയും ഈ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിലും വിജനമായ പ്രദേശങ്ങളിലുമായിരിക്കും ഈ ഹെലികോപ്റ്ററുകൾ സ്റ്റേഷൻ ചെയ്യുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. തുറന്ന പ്രദേശങ്ങളിലുള്ള പ്രവർത്തനത്തിനായാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. കരസേനയിലെ സൈനികർക്ക് വ്യോമ പിന്തുണ നൽകാൻ ഈ ഹെലികോപ്റ്ററുകൾ ഏറെ സഹായകരമാകും. ശത്രുക്കളുടെ മേൽ കൃത്യമായ ആക്രമണം നടത്തുകയും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. 2022 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത്. ഇതുപ്രകാരം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് കൈമാറേണ്ടിയിരുന്നത്. ഹെലികോപ്റ്ററിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ ലഭിക്കാൻ കാലതാമസം നേരിട്ടതോടെ അത് ഡിസംബറിലേക്ക് മാറ്റുകയായിരുന്നു. ഡിസംബറിൽ പുതിയ 3 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ എത്തുന്നതിനൊപ്പം തുടർന്നുള്ള മാസങ്ങളിൽ കൂടുതൽ AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്തിക്കുമെന്ന് ബോയിംഗ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ ആക്രമണ ഹെലികോപ്റ്ററുകൾ കൂടി എത്തുന്നതോടെ വ്യോമരംഗത്തിനെന്ന പോലെ കരസേനയ്ക്കും അവ മുതൽക്കൂട്ടായി തീരും. അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന്റെ കരുത്തുയർത്താൻ അവ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യും. വാർത്തയുടെ നിറം തേടി തനി നിറം.